സന്തോഷവും ഒന്നും ഇല്ലാത്തത്? ഇതൊക്കെ മാറും മോളെ. മോള് വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലും സ്നേഹവും സന്തോഷവും ഒക്കെ വരും. അമ്മയും മോളും കെട്ടിപ്പിടിച്ച് കളിക്കുകയാണോ? കാലത്തോട് തുടങ്ങി ഇങ്ങോട്ടോട് ഇറങ്ങിക്കോളും നാട്ടുകാരെ കാണിക്കാൻ. അടുക്കളക്കാരെ കൊച്ചമ്മയുടെ കൈ കൈവിട്ടുമായിരിക്കും. അമ്മ അതിന് താ, ഞാൻ അകത്തേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. വെള്ളം ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാം. അവൻ എന്ത് ചെയ്യും സുരേഷ്? മോളി വരെ എഴുന്നേറ്റില്ലേ? മോൻ കാലത്തേ എണീറ്റ് പോയി. ക്ലബിലോട്ടോ ഷാപ്പിലോട്ടോ എങ്ങോട്ടോ പോയെന്ന് ആർക്കറിയാം. അതെങ്ങനെയാ? അതിന് സമാധാനം കൊടുക്കണ്ടേ? വീട്ടിൽ സമാധാനമില്ലാതായ പിന്നെ ആണുങ്ങള് സമാധാനം കിട്ടുന്ന സ്ഥലത്തോടി പോകും. വില്ലമ്മച്ചി വാ, നമുക്ക് പൂക്കൾ വരാം. ആരുടെ വല്യമ്മ? എനിക്കൊരു വേറെ പണിയൊന്നും ഇല്ലായിരിക്കുമല്ലേ? മോനെ, നീ കാലത്ത് എവിടെ പോയിരിക്കായിരുന്നു? എന്റെ മോൻ എന്തെങ്കിലും കഴിച്ചോ? നിങ്ങൾക്ക് എന്തിനൊക്കെയാണോ നാളെ ആണുങ്ങളായ പുറത്തോട്ടൊക്കെ ഇറങ്ങും? അതെ, നിനക്ക് ഇങ്ങനെ കൂട്ടുകൂടി നടന്നാൽ മതിയല്ലോ. ഈ വയസ്സാം കാലത്ത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കാണാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ഇവിടെ ആരുമില്ല. അതിന് അവളിവിടെ ഇല്ലേ? നിമിഷ നിമിഷം കൊണ്ട് അവളെ കാണത്തില്ല. കണ്ണു തെറ്റിയാൽ കണ്ടവന്റെ വീട്ടില. നാട്ടുകാർ പലർക്കും നീ വല്ലതും നീ അറിയുന്നുണ്ടോ? എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനയ്ക്കണ്ടില്ലാന്ന് വിചാരിച്ച് ഞാനൊന്നും കണ്ടില്ലാതെ വീട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുക. എടാ, നീ ആ കൊച്ചിനൊന്ന് സൂക്ഷിച്ചു നോക്കി. നിന്റെ തന്നെയാണെന്ന് വല്ല ഉറപ്പുണ്ടോ? വേണ്ട, നോക്കടാ. അടുക്കള ചായവെക്കാൻ പോയോളാ. വല്ലവന്റെ പറമ്പിൽ കയറി വരുന്നു. എടി, നീ കാലത്തെ ആരുടെ അവിടെ നിറങ്ങാൻ പോയേക്കുമായിരുന്നു? അവിയൽ വെക്കാൻ നോക്കിയപ്പോ കറിവേപ്പിലില്ല. പിന്നെ വടക്കര സാവിത്രി ചേച്ചിയുടെ പറമ്പിൽ നിന്ന് 2 കമ്പ് പിടിച്ചോണ്ട് വന്നതാ. അല്ലാതെ ഇവിടെയുള്ളവരെ പോലെ ആരുടെ അവിടെ നിരങ്ങാൻ പോയതല്ല. കേട്ടില്ലേ പറഞ്ഞത്? ഇവിടെ ഉള്ള നിറം കാണുന്നവരാണെന്ന്. ആ ഒരു പതിവ്രത കണ്ണു തെറ്റിയാൽ സൂര്യനെ വീട്ടില്ല. ഞങ്ങളാരും കൊണ്ടമാണെന്ന് വിചാരിക്കണ്ട. അമ്മേന്ന് വിളിച്ച് നാക്കോട്ട് നിങ്ങൾ എന്നെ വേറൊന്നും വിളിപ്പിക്കല്ല. ഇവിടെ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. മര്യാദക്ക് കഴിഞ്ഞോണം ഇവിടെ. നിന്റെ വിളിച്ചിലും വേഷക്കിടലും ഒക്കെ അങ്ങ് നിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ചവിട്ടിക്കൊന്ന് കുഴിച്ചു പോകും. അയ്യോ അച്ഛ, അമ്മേനൊന്നും ചെയ്യല്ലേ. കൊല്ലും, നിങ്ങൾ എന്നെ കൊല്ലും. അതാ ഇതിലും ഭേദം. സ്വന്തം വീട്ടുകാരെ പറഞ്ഞു കേൾക്കാതെ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതാ ഞാൻ. അന്ന് ഞാൻ മുത്തും ചക്കരയും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ ഞാനും എന്റെ കുഞ്ഞും നിങ്ങൾക്കൊരു അധികപ്പറ്റ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. മനസ്സിലായല്ലോ? എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട. അമ്മയും മകളൊന്ന് ഇറങ്ങിക്കോ. കണ്ടവന്റെ കൊച്ചിനെ ചുമക്കേണ്ട ഗതികളൊന്നും എന്റെ മോൻ വന്നിട്ടില്ലടി. തളെ, നിങ്ങളൊന്ന് പ്രസവിച്ച സ്ത്രീയല്ലേ. ഈ കേട്ടാൽ അറക്കുന്ന വാക്കുകളല്ലാതെ വേറൊന്നും നിങ്ങളുടെ വായിന്ന് വരില്ലേ? ഇടി പുന്നാര മോളെ, നിന്ന് ചലക്കാതെ ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം കൂടി നിന്നെ ഇവിടെ കണ്ട ഈ സുരേഷിനെ തനിക്കോണം നീ അറിയും. മതി, നിർത്തും. ഈ തിരുവോണത്തിന് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുക. സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളി പറഞ്ഞു നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതിനൊക്കെ ഞാൻ അനുഭവിച്ചു. മതി, ഇനി എനിക്ക് വയ്യ. തളയും മകനും കൂടി എന്നോട് ചെയ്തതിനൊക്കെ ദൈവം നിങ്ങളോട് ചോദിക്കും. പോ മോള്. ചാണകം തളിച്ചിവിടെയൊക്കെ ഒന്ന് വിശുദ്ധി വരുത്തണം. നീ ആ ഗോപാല വക്കീലിനെ ഒന്ന് വിളിച്ച് അവിടെ വല്ല ഒരു പരാതി കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ അവിടെ നമുക്കൊരു പണി വരും. എന്റെ മോനിങ് വാ. എവിടെയും ഒന്ന് പോകാൻ ഇറങ്ങാന്ന് വെച്ചാ ഇവിടെ ഒരു അച്ഛനും മകനും ഉണ്ട്. അതെങ്ങനെയാ? മുഹൂർത്തം കഴിയാതെ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. ഈ വർഷവും കരയോഗത്തിലെ ഓണപരിപാടികളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ തിരുവോണത്തിന്റെ അന്ന് രാവിലെ തന്നെ ഇങ്ങർക്ക് മരുന്നടിക്കാൻ പോകാൻ ഇത് എന്തിന്റെ കേടാ? ഈ ചെറുക്കൻ്റെ എവിടെ പോയി കിടക്കുക? എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് കാണുന്നത്? ഞാനിതാ റെഡിയായി. അച്ഛനാണെങ്കിൽ ഇന്നുവരെ പാടുന്നത് കേറിയിട്ടില്ല. അമ്മ വിശേഷി മാളൂ. മോളെ മോളെ, എന്തു പറ്റി? അവരെവിടെ സുരേഷ്? മോളെ എന്തിനാ കരയുന്നേ? എന്റെ നിമിഷേച്ചി കരച്ചിൽ നിർത്തിയിട്ട് പറയുന്നുണ്ടോ എന്താ പറ്റിയെന്ന്? സുരേഷിനെ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞത് എനിക്കവിടെ പറ്റില്ലെന്ന്. ഇപ്പൊ എന്നെ കഴുത്തിന് പിടിച്ച് ഇറക്കി വിട്ടേക്കോ. ഇന്നിപ്പോ എന്താ പ്രശ്നം ഉണ്ടായ? നീ അത് പറ. അങ്ങേക്കിപ്പോ എന്നെ സംശയ. ഈ കൊച്ചങ്ങേന്റെ അല്ലെന്നാ പറയുന്നത്.